രാഹുൽ മാങ്കൂട്ടം എംഎൽഎക്ക് ദിവസം തോറും പിന്തുണ വർദ്ധിച്ചു വരികയാണ്. ആദ്യം മുതൽ തന്നെ വലിയ എതിർപ്പ് കാണിച്ച പ്രതിപക്ഷ നേതാവടക്കം ഇപ്പോൾ മൃദു സമീപനത്തിലേക്ക് കടക്കുമ്പോൾ മറ്റുള്ള നേതാക്കളെല്ലാം ശക്തമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുകയാണ്. മാങ്കൂട്ടം എംഎൽഎയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നത് ഇന്ന് പാലക്കാട് എംപി വി കെ ശ്രീകണ്ഠൻ തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അതായത് മാങ്കൂട്ടത്തെ ഒരു എംഎൽഎ എന്നുള്ള നിലയിൽ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് തോന്നിയാസമാണ്. എംഎൽഎ വഴിയിൽ തടഞ്ഞു നിർത്തുമെന്ന് പറയുന്നത് ബിജെപിക്കാരാണ്. ഒരു പരാതിയോ കേസോ ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ വഴിയിൽ തടയാൻ ഒരാൾക്കും അവകാശമില്ല. എന്നിരിക്കെ ഒരു പൊതുപ്രവർത്തകനും എംഎൽഎയുമായ ഒരാളെ വഴിയിൽ തടയുമെന്ന് പറയുന്നത് മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് പാലക്കാടിന്റെ എംപി തന്നെ ഇന്ന് താക്കീത് നൽകിയിരിക്കുന്നത്. സത്യത്തിൽ CPM ഈ സമരം വിട്ടതുപോലെയുണ്ട്. പാലക്കാട് കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടി എന്നുള്ള നിലയിൽ BJPക്കാണ് വലിയ ചോരത്തിളപ്പുള്ളത്. എന്നാൽ അതും നടക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് പാലക്കാട് MP നൽകിയിരിക്കുന്നത്. മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, അതിന് പരാതിയും കേസും വേണം. അതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും തെരുവിൽ യുദ്ധം ചെയ്യാനാണ് ഭാവമെങ്കിൽ ഇവിടെ നടക്കില്ലെന്നാണ് BJPയെ അറിയിച്ചിരിക്കുന്നത്. പരാതിയും കേസും ഇല്ലാത്ത ഒരു വിഷയത്തിൽ വലിയ വിവാദം സൃഷ്ടിക്കാൻ താല്പര്യം മാധ്യമങ്ങൾക്കുമുണ്ട്. റിപ്പോർട്ടർ, കൈരളി, മലയാളം ന്യൂസ് തുടങ്ങിയവയുടെ പേരെടുത്താണ് MPയുടെ വിമർശനം ഉണ്ടായത്. അതായത് റിപ്പോർട്ടർ TV അല്ല ഇവിടുത്തെ നിയമവും നീതിയും തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും രക്ഷിക്കാൻ ദാസ്യപ്പണിയെടുക്കുന്ന മാധ്യമങ്ങൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. കേരളത്തിന്റെ ആഭ്യന്തരം കൈയാളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ തന്നെയാണ് മാങ്കൂട്ടം MLAയെ കൊടുക്കാൻ ഏറ്റവും വലിയ താല്പര്യം എന്നിരിക്കെ ഒരു പരാതി കണ്ടെത്താനോ അതുവഴി കേസുണ്ടാക്കാനോ കഴിയുന്നില്ല. ഇതൊന്നും കഴിയാതെ തെരുവിൽ പുലഭ്യം പറയാതെ മാറി നിൽക്കുകയാണ് നല്ലത് എന്നാണ് MP പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതോടുകൂടി പാലക്കാട് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ പ്രമുഖ പ്രാദേശിക നേതാക്കൾ അടൂരിലെ വീട്ടിൽ പോയി മാങ്കൂട്ടത്തെ കണ്ടു. ഇപ്പോൾ MPയും വളരെ വ്യക്തമായും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതോടെ ഏത് നിമിഷവും പാലക്കാട് എത്തും എന്ന് ഉറപ്പിക്കാം. കയ്യൊക്കും നട്ടപ്രാന്തം ഒക്കെ കാണിച്ച് തെരുവിൽ അഴിഞ്ഞാടും എന്നുറപ്പായെങ്കിലും ഒരു ചുക്കും മാങ്കൂട്ടത്തിനെതിരെ സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് സർക്കാർ നാണം കെടും എന്ന് മനസ്സിലാക്കി കൂട്ടിയാൽ കൂടില്ല എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ഒഴിവാക്കിയ കേസാണ്.